നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ബുധനാഴ്ച മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ കൊടകരയിൽ തേക്ക് കടപുഴകി വീണു. നവീകരണം പൂർത്തിയായ മണലി മടവാക്കര റോഡ് നാടിന് സമർപ്പിച്ചു. SFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള ആക്രമണം, ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. ബിജു ബാലകൃഷ്ണൻ, കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CA റക്സ്, TK പത്മനാഭൻ, MM ഗോപാലൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജി രാമചന്ദ്രൻ, യോഗ പരിശീലകരായ രശ്മി ഭാസ്കരൻ, ബേബി മോൻ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ കൊടകരയിൽ തേക്ക് കടപുഴകി വീണു. കൊടകര ആളൂർ റോഡിൽ അമ്പാടി തിയേറ്ററിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ തേക്കാണ് ഇലക്ട്രിക് കമ്പികളുടെ മുകളിൽ കൂടി റോഡിലേക്ക് വീണത്. ബുധനാഴ്ച വൈകിട്ട് 3:30 സംഭവം. ഈ സമയം റോഡിൽ വാഹനങ്ങളോ മറ്റു യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നവീകരണം പൂർത്തിയായ മണലി മടവാക്കര റോഡ് നാടിന് സമർപ്പിച്ചു. പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് KK രാമചന്ദ്രൻ MLA തുറന്നു നൽകി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KV ഷാജി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദിയും പറഞ്ഞു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KM ചന്ദ്രൻ, മറ്റ് വേദിയിലുള്ള ജനപ്രതിനിധികൾ. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിൻ്റെ അധ്യക്ഷതയിൽ MP ബെന്നി ബഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ച് സർവീസ് റോഡുകളുടെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായി യോഗം വിലയിരുത്തി. ഇതു സംബന്ധിച്ച് സർക്കാരിലേക്കും ഹൈക്കോടതിയിലേക്കും റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സർവീസ് റോഡുകളിൽ സുഗമമായ ഗതാഗത സൗകര്യം ഒരുക്കി പരിപാലിക്കണമെന്ന് ദേശീയപാത അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളിൽ WMM ഇട്ട് ഉടൻ തന്നെ DBM ടാറിംഗ് നടത്തുമെന്ന് ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കേണ്ട സ്ഥലത്ത് പോലീസ് RTOയും സംയുക്തമായി ബ്ലിങ്കർ, ലൈറ്റ്, റിഫ്ലക്ടർ എന്നിവ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണം. റോഡിൻ്റെ വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണിട്ട് വീതി കൂട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആവശ്യമായ പോലീസിനെയും വളണ്ടിയർമാരെയും വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വകുപ്പ് അധികൃതർ യോഗത്തെ അറിയിച്ചു. DYSPയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളെയും റവന്യൂ അധികൃതരെയും ദേശീയപാത അതോറിറ്റി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ആഴ്ചയും റോഡിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന പ്രതിനിധിയെയും
ഫോൺ നമ്പർ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾക്ക് നൽകണമെന്നും യോഗം നിർദ്ദേശിച്ചു. മഴ കുറഞ്ഞാൽ മുരിങ്ങൂർ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു. മുരിങ്ങൂർ സർവീസ് റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഇറിഗേഷൻ, NH, പഞ്ചായത്ത് അധികൃതരെ ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിനായി തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിന് ശേഷം ജില്ലാ കളക്ടറും MP, MLA, തദ്ദേശ ജനപ്രതിനിധികൾ, RTO, പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുരിങ്ങൂർ, ചിറങ്ങര, കൊരട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 7 വരെ സന്ദർശനം നടത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ, RTO, പോലീസ് എന്നിവർ ചേർന്ന് വീണ്ടും സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിലും സ്ഥല സന്ദർശനത്തിലും MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, SP B കൃഷ്ണകുമാർ, ADM P മുരളി, DYSP ബിജുകുമാർ, തഹസീൽദാർ KA ജേക്കബ്, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നമ്മുടെ ആ ഒരു ടീം പോലീസിൻ്റെ കൂടെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാരൊക്കെ ആയിട്ട് ഒരു ടീമുണ്ട്. തഹസിൽദാർ എല്ലാവരും കൂടി ചെന്ന് അത് ഇൻസ്പെക്ഷൻ ആക്കിയിട്ട് DM ആക്ട് പ്രകാരം എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. തഹസിൽദാറും കൂടെ നോക്കിയിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടെ തഹസിൽദാർ അത് നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. അത് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ KCBC മദ്യവിരുദ്ധ സമിതിയും KCYM യുവജനങ്ങളും സംയുക്തമായി ലഹരി വിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സെക്രട്ടറി അന്തോണി കുട്ടിച്ചതലൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടവക പ്രസിഡന്റ് സിജോ ചെറിയത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ, ആബേൽ ജേക്കബ്, ജോസ് കോച്ചക്കാടൻ, ബിനോയ് മംഗലൻ, ഷെർലി ഷിജു, ലില്ലി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ നമ്മൾ നടത്തുന്ന വലിയൊരു പ്രതിഷേധ സമരമാണ് മദ്യത്തിനെതിരെയുള്ളത്. എന്നാൽ അന്നൊക്കെ മദ്യത്തിനെതിരെ മാത്രം സമരം ചെയ്താൽ മതിയായിരുന്നു. അന്ന് അതിനേക്കാൾ ഉപരിയായി ഇന്ന് ലഹരിക്കായി സമരം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കൊടകര ഗാന്ധിനഗറിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന സുഗുണ ഡെൽ ഫ്രഷ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെൻറ് ആശുപത്രി പരിസരത്തുള്ള പഞ്ചായത്ത് ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷോറൂമിൻ്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ക്ലീനായിരിക്കണം, പിന്നെ കെമിക്കൽസൊന്നും ഇല്ലാത്ത ജനങ്ങളുടെ ആരോഗ്യത്തിന് ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട് കഴിയട്ടെ. അതിൽ കൂടെ നല്ല സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഉണ്ടാവുകയും. രുചിയിലും ഫ്രഷ്നെസ്സിലും ഇനി വിട്ടുവീഴ്ച വേണ്ട എന്ന മുദ്രാവാക്യവുമായാണ് ഡെൽ ഫ്രഷ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഐറ്റംസിനും മികച്ച ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 8075065397 എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ ദിവസവുമുള്ള ഓഫറുകൾ വാട്സാപ്പിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് അധികൃതർ അറിയിച്ചു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞലുള്ള ആക്രമണം. ഒളിവിലായിരുന്ന മുഖ്യപ്രതി പോലീസ് പിടിയിൽ. ആളൂർ കാരൂർ സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള ഷാഫിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് 6 മണിയോടെ പുന്നേലിപ്പടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരനായ കയ്പമംഗലം സ്വദേശി തലാശ്ശേരി വീട്ടിൽ ജിബിയെയാണ് ആക്രമിച്ചത്. പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. മറ്റു പ്രതികളെ മുൻപ് പോലീസ് പിടികൂടിയിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, സുമേഷ്, CPOമാരായ ആഷിഖ്, ഹരികൃഷ്ണൻ, മന്നാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SFI അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. SFI ചാലക്കുടി ഏരിയ പ്രസിഡന്റ് ബവിൻ TBയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ SFI ചാലക്കുടി ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ, ജാഥ മാനേജർ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷോ, ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ്, ജില്ലാ പ്രസിഡന്റ് മേഘന MM, CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അമൃത സുബ്രൻ നന്ദി പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ തെക്കേ ഗോപുരനടയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. SFIക്കും ആ പോരാട്ടത്തിന് ഉജ്ജ്വലമായ പങ്ക് വഹിക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇന്ന് ഈ സംഘടനാ സമ്മേളനം നടക്കുന്ന ഇത്തരം സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ആ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഈ ജാഥയെ വിജയിപ്പിക്കാൻ അഖിലേന്ത്യാ സമ്മേളനം വിജയിപ്പിക്കാൻ. ഇരിഞ്ഞാലക്കുടയിൽ വെള്ളാങ്കല്ലൂരിൽ വയോധികനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇരിഞ്ഞാലക്കുട പോലീസ് പിടികൂടി.
വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ സ്വദേശി കക്കളം വീട്ടിൽ ബാബുവിനെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് പിടികൂടിയത്. വെള്ളാങ്കല്ലൂർ സെൻറ്ററിന് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂമംഗലം ചീനക്കുഴി സ്വദേശി കളത്തനാട്ടിൽ വീട്ടിൽ 65 വയസ്സുള്ള രാജു പിള്ളയെയാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ബാബുവും രാജു പിള്ളയും എന്തോ പറഞ്ഞ് വാക്ക് തർക്കമാവുകയും അതേ തുടർന്നുള്ള വൈരാഗ്യത്താൽ ബാബു അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് രാജു പിള്ളയുടെ തലയിൽ അടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, ASI ഉമേഷ് KV, CPOമാരായ രഞ്ജിത്ത് MR, സിജു, ബിജോഷ്, വിനീത്, സവീഷ്, സുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ബുധനാഴ്ച മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ കൊടകരയിൽ തേക്ക് കടപുഴകി വീണു. നവീകരണം പൂർത്തിയായ മണലി മടവാക്കര റോഡ് നാടിന് സമർപ്പിച്ചു. SFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള ആക്രമണം, ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.